ഈശംശേരിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് ജെറിമിയയുടെ പുസ്തകത്തിലെ 32-ാം അധ്യായത്തിലെ 27-ാം തിരുവചനം വായിക്കാം. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ഞാൻ സകല മർത്യരുടെയും കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? കാത്തിരിക്കുന്നവർക്കൊരു വഴി അവൻ കണ്ടുവച്ചിട്ടുണ്ട്. നാസി തടവറയിൽ അകപ്പെട്ട ഒരു ഡോക്ടറുടെ കഥ പറഞ്ഞു കേട്ടത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കഠിന പീഡകൾ ഏറ്റു തകർന്നു, പ്രാർത്ഥിച്ചു മടുത്തു. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയും മുമ്പിലില്ല. അടുത്ത ദിവസം കൽക്കരി ഖനിയിൽ ജോലി കഴിയുമ്പോൾ താൻ ഉൾപ്പെടെ 100 പേരെ ഗ്യാസ് ചേംബറിൽ കുരുതി കഴിക്കുമെന്ന് വാർത്ത കേട്ടത് അന്നാണ്. ഏറെ നിരാശയുണ്ടെങ്കിലും പ്രത്യാശയുടെ 23-ാം സങ്കീർത്തനം അന്ന് രാത്രിയിലും ഉരുവിട്ടു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല, കർത്താവാണ് എൻ്റെ അഭയം. സാവൂളിൽ നിന്നും രക്ഷപ്പെടാൻ ദാവീദ് നടത്തിയ പ്രാർത്ഥനയാണിത്. കണ്ണു കലങ്ങിയ വേദനയിൽ ആ രാത്രി അങ്ങനെ കടന്നുപോയി. പിറ്റേന്ന് ഡോക്ടറെ അടക്കം 100 പേരെ കൊണ്ടുപോകാനായിട്ട് പട്ടാളം തയ്യാറായി വന്നു. തലയെണ്ണുന്ന സമയമായി. അടുത്ത ഡോക്ടറാണ് നമ്പർ 77. പെട്ടെന്ന് പട്ടാളക്കാരൻ്റെ പേന താഴെ വീണു. അതെടുത്ത ശേഷം വീണ്ടും 77 മുതൽ എണ്ണി. ഡോക്ടർ ഒഴികെ വേറെ ആരും ഇത് അറിഞ്ഞിട്ടില്ല. 100-ന് പകരം 101 പേരുമായി വണ്ടി ഖനിയിലെത്തി. തിരിച്ച് ഗ്യാസ് ചേംബറിലേക്ക് ആളെ കയറ്റിയപ്പോൾ ഇദ്ദേഹം ഒരിടത്ത് ഒളിച്ചിരുന്നു. 100 പേരിൽ തേഞ്ഞതിനാൽ അവർ വണ്ടിയിൽ മടങ്ങി. ഇയാൾ സ്വന്തം ഭവനത്തിലേക്കും. ശരിയാണ്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലും തന്നെ രക്ഷിച്ചത് ദൈവം മാത്രമാണെന്ന് അയാൾ ഏറ്റുപറഞ്ഞു. പ്രിയമുള്ളവരെ, ഉപേക്ഷിച്ച് കളയാതെ അപേക്ഷ തുടരുന്നവർക്കാണ് മറുപടി. വാഗ്ദാനം നൽകിയവൻ ദൈവമെങ്കിൽ അത് നടപ്പാക്കുന്നതിൽ അവൻ കുറവ് വരുത്തുന്നില്ല, കാലതാമസം വരുത്തുന്നില്ല. ശരിയായുള്ള സമയത്ത് അവൻ അത് നടത്തി തന്നെ തരും. 2 കാര്യം നാം ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ കണക്കുകൂട്ടലുകൾ അവൻ ഭേദിക്കും. നീ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് നിനക്കത് ലഭിച്ചതെന്ന ചിന്തയിൽ പോലും നീ കുടുങ്ങരുത്. പ്രാർത്ഥന പോലും വിഗ്രഹമാകരുത്. ജോലിക്കായി പ്രാർത്ഥിച്ചു ഏറെ നാൾ, പിന്നെ ദൈവത്തിന് വിട്ടു. അപ്പോഴിതാ ഇന്റർവ്യൂ കാർഡ് വരുന്നു. നാം കൈവിടുമ്പോൾ അവൻ കൈ നിവർത്താൻ തുടങ്ങും. അവൻ ഒരിക്കലും വഞ്ചിക്കില്ല. രണ്ടാമതായി, നാം സ്വീകരിക്കാൻ പറ്റിയ പാകമാകുമ്പോൾ ദൈവം തരും. അത്രയും നാൾ അവനത് നിഷേധിക്കും. കുഞ്ഞിൻ്റെ കയ്യിൽ തീപ്പന്തം വെച്ചു കൊടുക്കാനായിട്ട് ഒരു പിതാവ് ഒരിക്കലും സമ്മതിക്കില്ല, അല്ലെങ്കിൽ അത് പാകമായിട്ടില്ല. അത് സമയമാകുമ്പോൾ തീപ്പന്തം പിതാവ് കൊടുക്കുകയും ചെയ്യും. നമുക്ക് സമയം വൈകിട്ടുള്ളൂ, അവന് ഇനിയും സമയമായിട്ടില്ല. പരോക്ഷമായ മറുപടി ചോദിച്ചതല്ല കിട്ടിയത്, വേറെ കാര്യങ്ങളാണ് കിട്ടിയത്. പലർക്കും കിട്ടിയതല്ല ചോദിച്ചത്. വിക്കുമാറാൻ മോശ പ്രാർത്ഥിച്ചു, വിക്കുമാറിയില്ല, പകരം അഹ്റോനെ കിട്ടി. പൗലോസ് മുള്ളു മാറാനായിട്ട് പ്രാർത്ഥിച്ചു, മുള്ളു അവിടെ തന്നെ ഇരുന്നു, പകരം കൃപയുടെ സമൃദ്ധി നൽകി. 2 കൊറിന്ത്യസിലെ 12 അധ്യായത്തിൽ 7-ാം തിരുവചനത്തിൽ ഇതിനെ കുറിച്ചിട്ട് വിശദീകരിക്കുന്നുണ്ട്. ലാസറിന്റെ രോഗം മാറാൻ പ്രാർത്ഥിച്ചു, രോഗം മാറിയുമില്ല, ആള് മരിച്ചും പോയി. പക്ഷേ 3-ാം പക്കം ഉയിര് നൽകി സുന്ദര കർത്താവ് അവനെ ഉയർപ്പിച്ചു, അല്ലേ? സുന്ദര കവാടത്തിലെ യാചകൻ ഭിക്ഷപാത്രം നീട്ടി ശിഷ്യപ്രമുഖന് നേരെ. ചില്ലി കാശ് കിട്ടിയില്ല, ഒന്നും തന്നെ കൊടുത്തില്ല. പകരം എന്ത് കിട്ടി? സൗഖ്യം കിട്ടി. അപ്പോസ്തലന്മാരുടെ 3-ാം അധ്യായത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്.
ദുഃഖവെള്ളി മാറാനാണ് രക്ഷകൻ പ്രാർത്ഥിച്ചത്. അത് മാറിയില്ല. പകരം ഉയിർപ്പ് ഞായർ നൽകി. ചോദിക്കുന്നത് നൽകുന്നത് മാത്രമല്ല, നൽകാത്തതും സ്നേഹത്തിൻ്റെ അടയാളം തന്നെ. ആവശ്യപ്പെട്ടത് നൽകാതെ ആവശ്യമുള്ളത് നൽകുന്നതാണ് സ്നേഹം. നമ്മൾ പലതും ചോദിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അത് നമുക്ക് ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് നമ്മുടെ പിതാവിനറിയാം. ആവശ്യമില്ലാതെ നമ്മൾ ചോദിക്കുന്നെല്ലാം ചിലപ്പോൾ നമുക്ക് വാരി വലിച്ച് തരത്തില്ല. അതിൻ്റെ പുറകിൽ നമുക്കൊരു പക്ഷേ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പതുങ്ങിയിട്ടുണ്ടാവാം. അതുകൊണ്ട് ആവശ്യപ്പെട്ട് നൽകാതെ ആവശ്യമുള്ളത് നൽകുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവസ്നേഹം. അപകടത്തിൽ വലത് കരം നഷ്ടമായ ഒരു ഡ്രോയിങ് അധ്യാപക, കരം നഷ്ടമായതോടെ അവരും കാലം തീർന്നു എന്നായി. അവർ പഠിപ്പിക്കാനാവില്ല. കൈ നിവർന്ന് വരാൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. കാലിൻ്റെ വേദന രൂക്ഷമായി. അങ്ങനെയിരിക്കെ ആരോ പറഞ്ഞു, എന്തുകൊണ്ട് ഇടത് കൈകൊണ്ട് പടം വരയ്ക്കാൻ ശ്രമിച്ചുകൂടാ? എന്തായാലും വര തുടങ്ങി. ഇന്ന് അവരുടെ ചിത്രങ്ങൾ വത്തിക്കാനിലെ ലൈബ്രറിയിൽ വരെയുണ്ട്. ചിലപ്പോൾ ദൈവം ഇങ്ങനെയാണ്. പ്രാർത്ഥന എന്നും എവിടെയും കേൾക്കപ്പെടുന്നുണ്ട്. മറുപടിയുടെ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന മറുപടിയുടെ തലം മാറിപ്പോയിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല ലഭിക്കുക, പക്ഷെ നമുക്ക് ആവശ്യമുള്ളതായിരിക്കും ലഭിക്കുക. ഉദാത്തമായ മറുപടിയാണ് നമുക്കിപ്പോഴും കിട്ടുക. ഇത് മനസ്സിലാക്കുക എളുപ്പമല്ല. ഇവിടെ പ്രാർത്ഥനയ്ക്ക് പൊടുന്നനെ മറുപടിയില്ല, വഴി എന്നിട്ടും ലഭിക്കുന്നില്ല, പരോക്ഷമായും കിട്ടുന്നില്ല. പിന്നെ പ്രാർത്ഥിക്കുന്നവനിൽ വല്ലാത്തൊരു മാറ്റം സംഭവിക്കുന്നു. അർത്ഥകന്റെ പ്രാർത്ഥനയെ ഉടയവൻ ഉദാത്തമാക്കുന്നു. മറ്റോ എന്തിനു വേണ്ടി? സ്കൂളിൽ പോകാൻ നല്ല വസ്ത്രമില്ലാത്ത കുഞ്ഞി ദേവാലയത്തിൽ ചെന്നത് ഈശോയുടെ പരാതി പറയാനാണ്. മടങ്ങിയെത്തി അവൻ മൗനിയായി. കാരണം തിരക്കിപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. എനിക്കിടാൻ 2 ജോഡി വസ്ത്രങ്ങളിലും എങ്കിലും ഉണ്ട് എൻ്റെ കയ്യിൽ. കുരിശിൽ കിടക്കുന്നവന് നാണം മറയ്ക്കാനുള്ള തുണി പോലുമില്ല. എന്ത് പ്രാർത്ഥിക്കാനാണ്? നാളത്തെ ക്രിസ്ത്യാനി ഒന്നെങ്കിൽ യോഗ്യയായിരിക്കണം, അല്ലെങ്കിൽ ഒന്നുമായിരിക്കില്ല. ചോദിച്ചാൽ എന്തും കിട്ടുമെന്ന് പറഞ്ഞാണ് അവൻ പ്രിയരെ കൂട്ടിച്ചേർക്കപ്പെട്ടത്. പിന്നെ എന്ത് ചോദിക്കണം എന്ന് പഠിപ്പിച്ച് തുടർന്ന് എങ്ങനെ സ്വീകരിക്കണമെന്നും പഠിപ്പിച്ചു. നാട്ടിലെ വൊക്കേഷൻ ക്യാമ്പ് പോലെ തന്നെ. അവസാനം വിളമ്പിയ വീഞ്ഞാണ് ആദ്യത്തേക്കാൾ വീര്യമേറിയത്. എങ്ങനെ സ്വീകരിക്കണം എന്ന പഠനം. അപ്പോൾ ഈ പാനപത്രം കഴിയുമെങ്കിൽ മാറ്റിത്തരണം, ആദരവ് കണ്ടാണ് കഴിയുമെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചത്. അപ്പന് കഴിയാത്ത ഒന്നുമില്ലെന്ന് മകനറിയാം. എങ്കിലും അപ്പൻ്റെ ഇഷ്ടം നിറവേറാനായി പാടുള്ളൂ. 3 ആവർത്തി പ്രാർത്ഥിച്ചു. പൂർണ്ണമായ പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ. വിളിച്ചിട്ട് പാനപാത്രത്തിൻ്റെ വിഷമതം പിതാവിനെ വിളിച്ച് കേൾപ്പിച്ചു. ഗത്സമനിലെ ക്രിസ്തു നിങ്ങൾക്ക് 3 ആവർത്തി പ്രാർത്ഥിച്ചു. ഓരോ നിയോഗത്തിനായി ശേഷം പാനപാത്രം കയ്പ് നിറച്ചതെങ്കിലും സ്വീകരിക്കാൻ മടിക്കരുത്. ഉടനെ സ്വർഗദൂതൻ അവനെ ശക്തിപ്പെടുത്തി. ഒരു കാര്യം അതത്ര വേദന നിറഞ്ഞതെങ്കിലും സ്വീകരിക്കാൻ നാം തയ്യാറായാൽ പിന്നെ ഒന്നിനും നമ്മെ തകർക്കാനാവില്ല. അത്ഭുതങ്ങൾ പല രീതിയിലുണ്ട്. പ്രധാനമായിട്ട് 2 രീതിയിലാണുള്ളത്. മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇണയവൻ ദൈവം വഴങ്ങുമ്പോൾ അത്ഭുതമാണ്. ദൈവത്തിന് ഇണങ്ങിയ വിധം മനുഷ്യൻ വളരുമ്പോഴും അത്ഭുതമാണ്, അല്ലേ? ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മനുഷ്യൻ വളരുമ്പോഴും അതൊരു വലിയൊരു അനുഭവമാണ്, അത്ഭുതമാണ്. സൗഖ്യത്തെക്കാൾ വലിയ സൗഖ്യമില്ല. സൗഖ്യം കിട്ടുന്നതിനേക്കാൾ വലിയ സൗഖ്യം വേറെ ഒന്നുമില്ല. ഇനി അയാൾ രോഗിയാകാൻ ഏതെങ്കിലും ദീനത്തിനാവുമോ? വിജയിക്കാൻ പ്രാർത്ഥിച്ചു, അമ്പെ തോറ്റുപോയി. ഇനി എന്തെങ്കിലും ഇതാ നിങ്ങളെ പരാജയപ്പെടുത്താൻ തോൽവിക്കാവുമോ? കാരണം നമ്മൾ തോറ്റുപോയി. പിന്നെ തോൽവി വന്നിട്ട് വീണ്ടും നമ്മൾ തോൽപ്പിക്കുമോ? നമ്മുടെ ജീവിതത്തിൻ്റെ വിരുന്ന് മേശയിൽ വിളമ്പുന്നത് പരാതി കൂടാതെ സ്വീകരിക്കാൻ പഠിക്കുന്നതാണ് ഉദാത്തമായ ആത്മീയത. 72 പേരെ അയക്കുമ്പോൾ ക്രിസ്തു പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിളമ്പി കിട്ടുന്നത് മാത്രം ഭക്ഷിക്കുക. ചില ദിവസങ്ങൾ സ്വീകരണത്തിൻ്റെയും അംഗീകാരത്തിൻ്റെ വിഭവങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുണ്ട്. മറ്റു ദിവസങ്ങളിൽ
തിരസ്കരണത്തിൻ്റെയും ഒഴിവാക്കലിൻ്റെയും വിഭവങ്ങളുണ്ടാവും. രണ്ടും ആദരവോടെ സ്വീകരിക്കുക. കാരണം ഇന്നലെ വിളമ്പിയവൻ തന്നെയാണ് ഇന്നത്തെയും വിഭവങ്ങൾ ഒരുക്കിയത്. അത് നമ്മൾ തിരിച്ചറിയണം. ഇന്നലെ വിളമ്പിയവൻ തന്നെയാണ് ഇന്നത്തെയും വിഭവങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിയത്. അവൻ്റെ മുമ്പിൽ ഒരു നീതിയുടെ ശാസ്ത്രമുണ്ട്. ജീവിത പോരാട്ടത്തിൽ നാം അങ്ങേയറ്റം ദുർബലരും ക്ഷീണിതരുമെങ്കിലും പോരാട്ടത്തിൽ നിന്നും വിടുതൽ നൽകണമെന്ന് അപേക്ഷിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അപേക്ഷിക്കുകയും ചെയ്യും. എനിക്കിത് നല്ലതെന്ന് എനിക്കറിയില്ല. അവിടത്തേക്ക് എല്ലാം അറിയാം. യേശുവിന് എല്ലാം അറിയാം. യോഹന്നാന്റെ സുവിശേഷത്തിലെ 21:7 പറയണ എല്ലാം അറിയാം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കടക്കാരനാകുന്നു. മനസ്സിലായ? ദൈവം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ കടക്കാരനാകുന്നു. ദൈവം തരുന്നത് നിങ്ങൾ സ്വീകരിച്ച് ആത്മാക്കൾക്കായി കാഴ്ചവെക്കുമ്പോൾ ദൈവം നിങ്ങളുടെ കടക്കാരനാവുന്നു. പറഞ്ഞ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഭൂമിയിൽ എണ്ണി തീരാത്ത കടമുള്ള നമുക്ക് നമ്മുടെ ദൈവത്തെ കടക്കാരനാക്കാൻ സാധിക്കും. അതെ, അത് തന്നെയാണ് വേണ്ടത്. നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ കടക്കാരനാകുന്നു. ദൈവം തരുന്നത് നിങ്ങൾ സ്വീകരിച്ച് ആത്മാക്കൾക്കായി കാഴ്ചവെക്കുമ്പോൾ ദൈവം നിങ്ങളുടെ കടക്കാരനാവുന്നു. ഈ അവസ്ഥയിലേക്ക് നമ്മളെ പാകപ്പെടുത്തിയെടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ആത്മീയമായ ഉദാത്തമായ വളർച്ചയിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ജീവിതത്തിൻ്റെ വിരുന്നുമേശയിൽ വിളമ്പി തരുന്നതെല്ലാം പരാതിയില്ലാതെ ആദരവോടെ സ്നേഹത്തോടെ സ്വീകരിക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.